ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒരു മണിക്കൂറോളം നല്ല അടിപൊളി മഴയായിരുന്നു. ആ മഴ പെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്ത് ഇന്ന് ചക്കി ഫുൾ ലീവായിരിക്കുമെന്ന്. പക്ഷേ അപ്പം ചക്കി ഇന്നലെ പറഞ്ഞായിരുന്നു ചക്കിക്ക് 2-3 മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം, അവൻ കണ്ടു വെച്ചിട്ടുണ്ടെന്ന്. ആ ഐഡിയ മനസ്സിൽ കയറി വന്ന്. അപ്പം ഞാൻ ചക്കിയോട് പറഞ്ഞു, അപ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ആ മുട്ടായി വാങ്ങിച്ചു തരാം, പിന്നെ പൊറോട്ടയും വാങ്ങിത്തരാം, നമുക്ക് സ്കൂളിൽ പോകണ്ടേന്ന്. അപ്പോൾ എന്നോട് ചോദിച്ച് മഴയല്ലേ പോകണമെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ മുട്ടായി വാങ്ങിച്ചു തരാം, പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചു തരാം. ഇന്ന് ഫ്രൈഡേയാണ്, ഇന്നും കൂടെ സ്കൂളുള്ള എൻ്റെ കൊച്ച് പോകണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് ക്യാൻറ്റീനിൽ പോയേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനാ പറഞ്ഞ മുട്ടായി എടുക്കുവാണ്. ആ ഐഡിയ ഏറ്റ്, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകാൻ നല്ല ഉഷാറായേ. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ചക്കയുടെ മുട്ടായും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ക്യാൻറ്റീൻ എവിടെയാണെന്നറിയാവില്ല, നമ്മുടെ PMCയുടെ ക്യാൻറ്റീനാണ്. നല്ല സൂപ്പർ പൊറോട്ടയാണ് അവിടുത്തത്. രാവിലെ നല്ല മഴയല്ലേ. നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം? നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉച്ചയ്ക്കും സ്പെഷ്യലാണല്ലേ. എന്തായാലും എല്ലാവരും ഒന്ന് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുവാണ്. ചക്കിക്ക് അവിടുത്തെ മുട്ടക്കറി ഇഷ്ടമാണ്. ഞാൻ അവനിക്ക് ഒരു മുട്ടക്കറി വാങ്ങിച്ചേ, പിന്നെ കടലച്ചാറ് കിട്ടിയേ. അതിൻ്റെ അകത്തേക്ക് ഈ മുട്ട പുഴുങ്ങിനെയും കൊണ്ട് ഇടും. അപ്പോൾ അടിപൊളി, എല്ലാവരും കഴിച്ചോളും. ചക്കിക്ക് ഞാനിങ്ങനെ ടിഫിൻ ബോക്സിലേക്ക് പൊറോട്ട പിച്ച് വെക്കുവാണ്. പിച്ച് വെക്കാൻ പാടായതുകൊണ്ട് അവനോട് പിച്ച് വെക്കാൻ പറയുക. അങ്ങനെ ഞാൻ അതും ഒക്കെ അവനിക്കുള്ളത് റെഡിയാക്കി വെച്ചു. ചക്കി വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഉമ്മയ്ക്ക് വീഡിയോ എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തതാന്ന് പറഞ്ഞു. അങ്ങനെ ചക്കിയാണ് എനിക്കിപ്പം ഈ വീഡിയോ എടുത്ത് തരുന്നത്. പാവം എൻ്റെ ചക്കി. അപ്പോൾ ചക്കിനോട് ചോദിക്കുക, ഞാൻ സ്കൂളിൽ പോയാൽ ഉമ്മയ്ക്ക് ആരാ വീഡിയോ ഒക്കെ എടുത്തു തരാൻ, അതുകൊണ്ട് ഞാൻ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടായോ, എൻ്റെ കൊച്ചു സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചക്കി കുഞ്ഞാവ കുളിച്ചൊക്കെ ഒരുങ്ങി യൂണിഫോമൊക്കെ ഇട്ട് ഇനി കുറച്ചും കൂടെ സുന്ദരനാകണം. ഓൾറെഡി എൻ്റെ ചക്കി സുന്ദരനാണല്ലോ, ഇനി സുന്ദരനാകേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചക്കിക്ക് ഫുഡ് വാരി കൊടുക്കാൻ പോവാണ്. ചക്കി ഒന്നും കഴിക്കാതെ പോവുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ചെങ്കിലും വാരി കൊടുക്കുന്നത്. അങ്ങനെ ചക്കിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ കോളേജ് കുമാരൻ റെഡിയായി നിൽക്കുന്നു. ഇന്ന് കോളേജ് കുമാരൻ്റെ കോളേജിൽ എന്തെല്ലാം പ്രോഗ്രാമാണ്, അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഇത്. ഞാൻ അവനോട് പറഞ്ഞ് എല്ലാം കൊള്ളാം, പക്ഷേ നിൻ്റെ ഈ തലയിലെ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞാൽ അവനക്ക് ഇഷ്ടപ്പെടുകയല്ല. അത് പറഞ്ഞതിന് അവനെന്നെ നോക്കി പേടിപ്പിക്കുന്നതാണ്. അവനെന്നെ നോക്കി പേടിപ്പിച്ചാൽ ഞാനങ്ങ് പേടിക്കുമല്ലോ. ഞാൻ പറഞ്ഞ അവനോട് നീ ഇനി മുടി വെട്ടിയില്ലെങ്കിൽ നീ ഉറങ്ങിക്കിടക്കുമല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോൾ നിൻ്റെ തലമുടിയിൽ ഞാൻ പേപ്പർ കത്തിച്ച് കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ചക്കി എന്നോട് പറയുക, ഉമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ഉമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഉമ്മ ആരുടെയാ മോളെന്നറിയാവോ, സായിപ്പിൻ്റെ മോളാന്ന് പറഞ്ഞ്. എൻ്റെ അപ്പനെ എല്ലാവരും സായിപ്പെന്നായിരുന്നു പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരാം. ബായ്.